എനിക്ക് പെരുന്നാളിന് ഡ്രസ് എടുക്കാം. എനിക്ക് നിങ്ങളെ പറ്റി 2 ജോഡി എടുക്കും. നമുക്കൊക്കെ ഡ്രസ് എടുക്കാം. മോനെ നമുക്ക് ബൈക്കാറ്റം പോയി എടുക്കാട്ടാ. നോമ്പ് എടുത്തിട്ടില്ല, നിങ്ങൾ കളിക്കുന്നു. കുറച്ച് അടങ്ങി നിന്നാട്ടെ. കുട്ടിയെ ചെയ്തിട്ടുണ്ടെങ്കിലല്ല, നാളെ പെരുന്നാളല്ലേ. ഇന്ന് ആ പലിശക്കാരനല്ലേ വരുന്നത്. എന്റെ പഠിച്ചോനെ, ഓന് ഞാൻ 3 മാസത്തെ പലിശ കൊടുക്കാണ്ട്. സലാം. മോളെ റസിയ കസലയും എടുക്ക. സലാമേ, ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നല്ല. മനസ്സിലായില്ല എന്താ വന്നു? 3 മാസത്തെ പലിശയുണ്ട്. ചേരമുള്ളിൽ കാണുന്നില്ലേ എന്റെ കാലിക്കല്ലോ. ഞാൻ എവിടുന്നാ എനിക്ക് പലിശ തരുന്നത്? ഈ പൈസ പണിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ എന്റെ പലിശ അങ്ങ് തരാന്ന് പറഞ്ഞില്ലേ? ഞാൻ ആടുന്ന് എവിടുന്ന് കടം വാങ്ങിയിട്ടാണ് കുട്ടികളെ പെരുന്നാൾ നാളെ ആഘോഷിക്കണ്ടേ. മുതലാളി 1 മാസം കൂടി ക്ഷമിച്ചു നിൽക്ക്. 3 മാസത്തെ പലിശ, അതിന്റെ ഒരു പെരപ്പലിശയും കൂടിയിട്ട് 35,000 റുപ്യോളുണ്ട്. അനക്ക് ഇന്ന് ആ പൈസ കിട്ടണം. നേരത്തെ നീ പറഞ്ഞില്ലേ ചിലരെന്തോ കടം മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൈസ ഇങ്ങോട്ട് വേണ്ട നിൽക്കാറ്. പെരുന്നാൾ അടുത്ത കൊല്ലം കൂടാ. നമുക്ക് ആ പെരുന്നാളിന് കടം മേടിച്ച പൈസ അയാൾക്ക് എടുത്ത് കൊടുക്കാം. കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങണ്ടേ? പെരുന്നാളല്ലേ. ഇക്കാക്കന്റെ സങ്കടം എനിക്ക് കാണാൻ കഴിയുന്നില്ല. കൊടുക്കാവുമോ നമുക്കത്? അനക്ക് പോകണ്ടിയാണ്. ഒരു തീരുമാനാക്ക്. ഇക്കാക്ക പൈസ അയാൾക്ക് കൊടുത്തോ, നമുക്ക് ഡ്രസ്സ് പിന്നെ കൊടുക്കാം. എടുത്തോ, കൊടുത്തേ പറ്റി. മുതലാളി ചാട പറ്റും. അതെ, കുട്ടികളെ പെരുന്നാളിൽ ആഘോഷിക്കാൻ വെച്ച പൈസയാണ് 5,000 രൂപ. 1 മാസത്തെ പലിശ ആയില്ല. അതെന്നെ അത്രയില്ല മുതലാളി. അടുത്ത ആഴ്ച ഞാൻ വരും. എന്റെ പലിശയും മുതലെല്ലാം കിട്ടിക്കോളാം. വേറെ ഭർത്താവില്ല. രാവിലത്തെ കാറിലും ചെക്കൻ വന്ന് പറഞ്ഞു ഇത് എല്ലാവർക്കും ഡ്രസ്സാണ്. അത് കുഴപ്പമില്ല, നല്ലതേ എടുത്തു. കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഇങ്ങനെ നടക്കാം. ഡ്രസ് മാറിയിട്ടാ